ഹായ് പാട്രിയറ്റ് എന്ന സിനിമയിൽ മോഹൻലാൽ വന്നതിനെക്കുറിച്ച് മമ്മൂട്ടി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. വലിയ രീതിയിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയം. മോഹൻലാൽ ഫാൻസ് ആ പറഞ്ഞത് ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മമ്മൂട്ടി പറഞ്ഞ കാര്യം ഇതാണ്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു റോൾ ഉണ്ട്. നാഷണൽ ലെവൽ റീച്ചിന് വേണ്ടി പുറത്തുനിന്ന് ഒരാളെ നോക്കിയാലോ എന്നൊക്കെ മഹേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ സിനിമ ഒരു നാഷണൽ ലെവൽ റീച്ച് ഉണ്ടാക്കണം, അതായത് ഒരു പാൻ ഇന്ത്യൻ സിനിമയായി മാറണം, അതിന് പുറത്തുനിന്ന് ഒരു സ്റ്റാറിനെ നോക്കിയാലോ എന്ന് മഹേഷ് നാരായണൻ മമ്മൂട്ടിയോട് പറഞ്ഞു എന്നും. അപ്പൊ മമ്മൂട്ടി എന്തിന് പുറത്തുനിന്ന് ആളെ കൊണ്ടുവരണം, നമുക്ക് തന്നെ ഒരാളുണ്ടല്ലോ മോഹൻലാൽ, ഒന്ന് കഥ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കൂ എന്നുള്ള കാര്യമാണ് മമ്മൂട്ടി പറഞ്ഞത്. അങ്ങനെ മോഹൻലാലിനോട് കഥ പറയുന്നു. മോഹൻലാലിന് കഥ ഇഷ്ടമാവുന്നു. മോഹൻലാൽ സിനിമയിലേക്ക് വരുന്നു. മോഹൻലാൽ സിനിമയിലേക്ക് വരും എന്ന് മമ്മൂട്ടിക്ക് പോലും ഒരു ഉറപ്പുമുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതായത് അദ്ദേഹം ഇത് കമ്മിറ്റ് ചെയ്യുമെന്ന് ഞാനോ മഹേഷോ വിചാരിച്ചിരുന്നില്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഈ ഒരു വിഷയമാണ് ആളി കത്തുന്നത്. മമ്മൂട്ടി ഫാൻസ് പറയുന്നു മോഹൻലാലിനെ പോലൊരു താരത്തെ കൊണ്ടുവന്നിട്ട് എന്താണ് കാര്യം, ഒരു ഗുണവുമില്ല എന്നുള്ള രീതിയിൽ മമ്മൂട്ടി ഫാൻസ് സംസാരിക്കുന്നു. മോഹൻലാൽ ഫാൻസ് പറയുന്നു മോഹൻലാൽ ഉണ്ടെങ്കിൽ സിനിമയുടെ കളക്ഷൻ വേറെ ലെവലാകും എന്നുള്ളൊരു കാര്യം. ഇന്ന് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാളുടെ ഒരു വീഡിയോ കാണാൻ ഇടയായി. അയാൾ പറയുന്നു മോഹൻലാലിന് മമ്മൂട്ടി കൊടുത്ത ഒരു ഔദാര്യമാണ് ഈ ക്യാരക്ടർ എന്ന്. അതുപോലെ തന്നെ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ഇതൊരു മമ്മൂട്ടി ചിത്രമാണ് എന്നുള്ളൊരു കാര്യം. മഹേഷ് നാരായണൻ തന്നെ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊരു മമ്മൂക്ക ലാൽ സാർ സിനിമയാണ്, അതായത് ഇതൊരു മമ്മൂട്ടി മോഹൻലാൽ മൂവിയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. ഒരു ഗസ്റ്റ് റോൾ ആണ് എങ്കിൽ അതങ്ങനെ പറയേണ്ട കാര്യമല്ല. ഇവിടെ മഹേഷ് നാരായണൻ ഒരു മമ്മൂട്ടി മോഹൻലാൽ മൂവി എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും കൃത്യമായിട്ടുള്ള പ്രാധാന്യം സിനിമയിലുണ്ടാവും. പിന്നെ പാട്രിയറ്റ് എന്ന സിനിമയ്ക്ക് ആദ്യം 80 കോടിയാണ് ബഡ്ജറ്റ് ഇട്ടിരുന്നത്. സിനിമ തീർന്നപ്പോൾ സിനിമയ്ക്ക് 140 കോടി ബഡ്ജറ്റായി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ ഒരു തുക തിരിച്ചു പിടിക്കണമെങ്കിൽ വലിയൊരു കളക്ഷൻ സിനിമ നേടേണ്ടതുണ്ട്. മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് സിനിമയ്ക്ക് നടക്കേണ്ടതുമുണ്ട്. ഒരുപക്ഷെ മോഹൻലാൽ ഇല്ല എങ്കിൽ ഈ സിനിമയ്ക്ക് കാര്യമായിട്ടുള്ള വലിയ രീതിയിലുള്ള ബിസിനസ് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ട് പുറത്തുനിന്ന് ഒരു സ്റ്റാറിനെ നോക്കാതെ മോഹൻലാലിനെ പോലെ ഒരു വലിയ താരത്തെ ഉൾപ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന നടന്റെ മാർക്കറ്റ് വാല്യൂ വളരെ വലുതാണ്. കേരള ബോക്സ് ഓഫീസിൽ മാത്രമല്ല വിദേശ മാർക്കറ്റിൽ മോഹൻലാലിനുള്ള ഒരു പവർ അത് മറ്റൊരു നടനുമില്ല. കേരളത്തിന്റെ പുറത്തുനിന്ന് മാത്രം 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമകൾ മോഹൻലാലിനുണ്ട്. അതായത് കേരളത്തിന് പുറത്ത് മാത്രം 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമകൾ മോഹൻലാലിനുണ്ട്. എന്തിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമകൾ മോഹൻലാലിനുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി നേടിയ സിനിമ മോഹൻലാലിനുണ്ട്. അതുപോലെ തന്നെ സാറ്റലൈറ്റ്, OTT അത്തരം റൈറ്റ്സ് മോഹൻലാലിന്റെ പേരിൽ വിറ്റുപോകുന്നത് വളരെ വലിയ തുകയ്ക്കാണ്. മറ്റുള്ള താരങ്ങൾക്ക് അത്രയും പവർ ഇല്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. മമ്മൂട്ടി ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് അത്തരം വലിയ രീതിയിലുള്ള ഒരു OTT റൈറ്റ്സ് ഒന്നും വിറ്റ് പോവാറില്ല. ഇതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മോഹൻലാലിനെ എന്തിന് പാട്രിയറ്റ് എന്ന സിനിമയിൽ ഉൾപ്പെടുത്തി എന്നുള്ളൊരു കാര്യം. മമ്മൂട്ടി എന്ന നടൻ മികച്ച നടനാണ്, മലയാളത്തിലെ ഏറ്റവും വലിയ നടൻ തന്നെയാണ്, അതിൽ ഒരു മാറ്റവും ഇല്ല. പക്ഷെ ബോക്സ് ഓഫീസ് പവറിന്റെ കാര്യത്തിൽ മമ്മൂട്ടിക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇത്രയും വലിയ ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമ മമ്മൂട്ടിയുടെ പേരിൽ ഇറക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയ വിജയമാവുമായിരിക്കാം. പക്ഷെ മോഹൻലാൽ കൂടി ഉണ്ടെങ്കിൽ അത് വേറെ ലെവലാവും എന്നുള്ളത് അതിന്റെ അണിയറ പ്രവർത്തകർക്ക് കൃത്യമായി അറിയാം. പ്രത്യേകിച്ച് മമ്മൂട്ടിക്ക് കൃത്യമായി അറിയാം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടിക്ക് മുകളിൽ മമ്മൂട്ടിയുടെ സിനിമകൾ ഇതുവരെ കളക്ഷനായി നേടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമല്ല. മോഹൻലാലിന്റെ സിനിമകൾ ഒരുപാട് തവണ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടിയും 100 കോടിയും നേടിയിട്ടുണ്ട്. ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ അല്ലെങ്കിൽ നാഷണൽ ലെവൽ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യം തമിഴ്നാട്ടിൽ അയാൾക്ക് ഇത്ര കളക്ഷൻ ഇല്ല, ആന്ധ്രയിൽ കളക്ഷൻ ഇല്ല, അങ്ങനെയൊക്കെയാണ്. എന്നാൽ അങ്ങനെയല്ല അവർ ചിന്തിക്കുന്നത്. അതായത് കേരളത്തിന് പുറത്ത് സിനിമ വലിയ രീതിയിൽ കളക്ട് ചെയ്യണം എന്നുള്ളതാണ്. അത് ഈ കർണാടകയും ആന്ധ്രയും തമിഴ്നാടും മാത്രമല്ല വിദേശ രാജ്യങ്ങളും എല്ലാം ഉൾപ്പെടുന്നതാണ്. മോഹൻലാലിന്റെ സിനിമകൾ വിദേശ മാർക്കറ്റിൽ നേടുന്ന കളക്ഷൻ വളരെ വലുതാണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ വലിയ സൂപ്പർ സ്റ്റാറുകൾക്ക് മേലെയാണ് മോഹൻലാൽ സിനിമകളുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും നെറ്റിച്ചൊളിക്കും. അതാണ് സത്യം. ഇപ്പോൾ മോഹൻലാലിന്റെ ഒരു സിനിമയ്ക്ക് പ്രേക്ഷകർക്ക് പ്രതീക്ഷയുണ്ട് എങ്കിൽ ആ സിനിമയുടെ കളക്ഷൻ ഫസ്റ്റ് ഡേ ഭീകരമായിരിക്കും എന്നുള്ളത് എമ്പുരാൻ കാണിച്ചു തന്നാണ്. എമ്പുരാന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത് 69 കോടിയാണ്. മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു കളക്ഷൻ. മറ്റുള്ള നടന്മാർക്ക് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് വലിയ കളക്ഷൻ നേടാൻ പറ്റുമായിരിക്കും. പക്ഷേ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് അതിന്റെ പകുതി പോലും നേടാൻ സാധിക്കില്ല. എന്തിന്? തമിഴ്, തെലുങ്ക്, കന്നഡ അവിടുത്തെ വലിയ സ്റ്റാറുകളുടെ സിനിമയ്ക്ക് പോലും, അതായത് വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമയ്ക്ക് പോലും ആ ഒരു കളക്ഷനിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എമ്പുരാൻ എന്ന സിനിമ മികച്ച സിനിമ ആവാത്തത് കൊണ്ടാണ് ആ സിനിമയുടെ കളക്ഷൻ
66 കോടിയിൽ നിന്നത്. അതൊരു മികച്ച സിനിമയാണ് എങ്കിൽ 500 കോടിയും കടന്ന് മുന്നോട്ട് പോകും. അതായത് പാട്രിയറ്റ് എന്ന സിനിമ മികച്ച സിനിമയാവും എന്നുള്ളത് അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ മികച്ച സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും വേണം, വലിയ രീതിയിലുള്ള കളക്ഷൻ നേടുകയും വേണം. അവിടെ മോഹൻലാൽ എന്ന നടൻ തീർച്ചയായും അവർക്ക് ആവശ്യമാണ്. എന്തായാലും പാട്രിയറ്റ് എന്ന സിനിമയിൽ മോഹൻലാൽ വന്നത് ആ സിനിമയുടെ പ്രൊഡ്യൂസറിന് വലിയ രീതിയിലുള്ള ഗുണമാണ് ഉണ്ടായിരിക്കുന്നത്. അത് കൃത്യമായി മമ്മൂക്കയ്ക്കും അണിയറ പ്രവർത്തകർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി അത്തരം കാര്യങ്ങൾ പങ്കുവച്ചത്. എന്തായാലും മോഹൻലാൽ എന്ന നടൻ ആ സിനിമയിൽ വന്നത് ആ സിനിമയ്ക്ക് ഗുണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആ സിനിമ മികച്ചതാണെങ്കിൽ വലിയ കളക്ഷനിലേക്ക് പോവും. അത് മോഹൻലാലിൻ്റെ ഒരു പവർ കൂടി കൊണ്ടാണ്. മോശം സിനിമയാണ് എങ്കിൽ അത് ആരഭിനയിച്ചാലും ഒരു കാര്യവുമില്ല, പടം പൊളിഞ്ഞു പോകും എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.